എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീട് ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്ന നിരഞ്ജന മാഡത്തിനടുത്ത് സേതുവും പല്ലുവിയും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ വണ്ടി കത്തിച്ച കൊലയാളിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ഇത് കേട്ട് നിരഞ്ജന മാഡം പറഞ്ഞു, അവനൊരു കൊടും ക്രിമിനലാണ്, അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ കയറുന്നവനാന്ന് പറയാണ്, അവനിതൊന്നൊരു പുത്തിരിയല്ലെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, അപ്പൊ അവനെ പിടിച്ചിട്ടും കാര്യമില്ലെന്നാണോ മാഡം പറയണേ? അവനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അവനെ പിടികൂടാം, പക്ഷേങ്കില് അതുകൊണ്ട് സത്യം പുറത്തു വരണമെന്നില്ല. ഒരു പക്ഷേങ്കില് ഇത് അവന് ആർക്കെങ്കിലും വേണ്ടി ചെയ്തായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട പല്ലേ പറഞ്ഞു, അത് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ മാഡം, ഉറപ്പായിട്ടും അവൻ ആർക്കെങ്കിലും വേണ്ടി ചെയ്തായിരിക്കും, അല്ലെങ്കിൽ അവന് ശ്രീഹരിയോട് വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ. പല്ലേ പറഞ്ഞു, എന്റെ മനസ്സിൽ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്, മിക്കവാറും അവരൊന്നും ആയിരിക്കും, പക്ഷെ ആയിരിക്കരുതേണെന്നാണ് എന്റെ പ്രാർത്ഥന. അങ്ങനെ എന്തെങ്കിലും ആയി പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റുന്നല്ല സേതുവേട്ടാന്ന് പറയണം. ഇത് കേട്ട് ഇനിയിപ്പോ നിരഞ്ജന മാഡം പറഞ്ഞു, അവനെ നമുക്ക് പൊക്കാം, കാരണം അവനാണ് ഇനി പ്രതിയാണെന്ന് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തെളിവുകൊണ്ട് വേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ മേടിച്ച സമയം, പിന്നെ അവിടെ ഓട്ടോറിക്ഷ കത്തിയ സമയം, അവിടേക്ക് സഞ്ചരിക്കാനുള്ള ദൂരം, ഇതെല്ലാം വെച്ച് നമുക്ക് വേണമെങ്കിൽ അവൻ്റെ എതിരെ കേസെടുക്കാം. പക്ഷേങ്കിൽ അവൻ പറയണം ആർക്ക് വേണ്ടി ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യമൊക്കെ. അധികം വൈകാതെ തന്നെ അതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, സമാധാനമായിട്ട് പോയിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരഞ്ജന പല്ലവീനെ സേതുവിനെ അങ്ങനെ സമാധാനിപ്പിച്ചാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ നിരഞ്ജന മാഡം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സേതു ചോദിച്ചു, പല്ലവി കണ്ടുപിടിക്കാൻ പറ്റുമോ ആരെ എന്താന്നൊക്കെ? സേതുവേട്ടൻ ധൈര്യമായിട്ടിരിക്കും, സേതുവേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടേ, അതിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് പറയണം. പിന്നീട് പൂർണിമ ഋതുവിനോട് സ്വാതിയോട് സംസാരിക്കുകയാണ്. പൂർണിമ പറഞ്ഞു, എന്നാലും ഓട്ടോറിക്ഷ കെടുത്തിട്ട് ഇത്ര ദിവസമായിട്ടും ആരാ എന്താന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം ഋതു പറഞ്ഞു, അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ, ആരെങ്കിലും വൈരാഗ്യമുള്ളവർ ചെയ്തായിരിക്കും, ഇനിയിപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാനാന്ന് ചോദിക്കുക. അതാ ഋതു നീ അങ്ങനെ പറഞ്ഞേ? കണ്ടുപിടിക്കാനായിട്ട് പോലീസിന് കഴിയില്ലെന്ന് ചോദിക്കും. ഓ, പോലീസുകാർ ഒരേ അന്വേഷിച്ചത് അത് അവിടെ നിർത്തുമെന്ന് പറയാണ്, അല്ലെങ്കിൽ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം. അതെന്താ കണ്ടുപിടിക്കുന്നതായിട്ട് നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? കണ്ടുപിടിച്ചാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിക്കും. എനിക്കെന്ത് കുഴപ്പം, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പൂർണ്ണം പറഞ്ഞു, ഞാൻ പറയണേ അത് കണ്ടുപിടിക്കണമെന്ന് എത്രയും പെട്ടെന്ന് തന്നെ. ഈ കൊടും ക്രൂരത ചെയ്ത് ആരാണെങ്കിലും ഒന്നുമല്ലെങ്കിൽ ഒരു ഉപജീവന മാർഗമല്ലേ ഇല്ലാതാക്കിയിരിക്കണേ. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, അപ്പൊ അമ്മ ഇപ്പൊ അവളുടെ സൈഡാണോ നിൽക്കണമെന്ന് ചോദിക്കാം. ഞാൻ സൈഡ് നിൽക്കുന്നതല്ല, കാര്യം പറഞ്ഞാല് എന്നെ എതിർത്തിട്ടാണ് അച്ചു ശ്രീഹരി നമ്മളുടെ വിവാഹം നടന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലെ കുങ്കുമം വായിക്കാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ ആ ഓട്ടോറിക്ഷ കത്തിയ സമയത്ത് ഇത് കൂടുതൽ പരിക്കെന്തെങ്കിലും അവന് പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലോ, ശ്രീഹരിക്ക് അവൻ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, നമ്മുടെ അച്ഛൻ്റെ കണ്ണീര് നമ്മൾ കാണേണ്ട വരില്ലേ? അതൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്ത കാര്യമാണ്. അവരെ തമ്മിൽ ഒന്നിപ്പിച്ച സേതുവാണ്. എനിക്ക് സേതുവിനോട് ദേഷ്യം മുഴുവനുള്ള, അല്ലാതെ എനിക്ക് അവരോട് ഈ പറയുന്ന അവരോട് ഒരു ദേഷ്യം ഇല്ലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു, ഓഹോ, അപ്പൊ അമ്മ ഇപ്പൊ അവരുടെ വശം ചേർന്നില്ലേ? വശം ചേർന്നല്ല, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പം അവരുടെ കല്യാണം കഴിഞ്ഞു, അവർ സന്തോഷമായിട്ട് ജീവിക്കുകയല്ലേ വേണ്ടത്, അതിനിടയ്ക്ക് വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണേ? ഋതു പറഞ്ഞു, ആര് പ്രശ്നം ഉണ്ടാക്കിയെന്ന്? നമ്മളാരും പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ലല്ലോ. പിന്നെ ആ ഓട്ടോറിക്ഷ കത്തിയത് അതൊന്നും കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല, എങ്ങനെ കണ്ടുപിടിക്കാനാന്ന് പറ എന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പം പൂർണ്ണമിച്ച, അല്ല ഋതു, നിനക്കെന്താ ഇത്ര ഇത്? അത് കണ്ടുപിടിക്കരുതെന്ന്. ഇനിയിപ്പം നീ എങ്ങാനും ആണോ അത് ചെയ്യിച്ചെന്ന് ചോദിക്കുക. അമ്മ എന്ത് വർത്താനം അമ്മ പറയണേ? അമ്മയുടെ വർത്താനം കേട്ടാ തോന്നൂലോ ഇപ്പൊ ഞാൻ ജയിച്ച പോലെ ഉണ്ടല്ലോ. ഋതു, എനിക്ക് ആരെയും ഇപ്പൊ വിശ്വാസമില്ല, കാരണം ആരെ വിശ്വസിക്കണം അവിശ്വസിക്കണം എന്ന് എനിക്ക് അറിയത്തില്ല. അച്ഛൻ്റെ കല്യാണത്തോടുകൂടി ആ കാര്യം ഞാൻ പഠിച്ചെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് പൂർണ്ണിമ അങ്ങോട്ട് കയറിപ്പോയപ്പം സ്വാതി പറഞ്ഞു, ചേച്ചി കുടുങ്ങുമെന്ന് ചോദിക്കുകയാണ്. എങ്ങനെ കുടുങ്ങാനായിട്ട്? ഒരു കാരണവശാലും ഞാൻ എന്നുള്ള സത്യം പുറത്തു വരാനൊന്നും പോകുന്നില്ല, എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നല്ല ചേച്ചി, പറയാൻ പറ്റില്ല എന്ന് പറയാം. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാതെ അമ്മയുടെ മാറ്റം കണ്ടോ? ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് മാറാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. സ്വാതി പറഞ്ഞു, അതൊന്നും ചേച്ചി കാര്യമായിട്ട് എടുക്കണ്ട, ഒരു പക്ഷേങ്കില് ആ ശ്രീഹരിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഭയന്നാ അമ്മ ഇത്രമാത്രം ഉത്കണ്ഠപ്പെടുന്നത്, അതിനകത്ത് വലിയ കഥയുള്ളൊന്നുമില്ല. അതുകൊണ്ട് അമ്മയുടെ കാര്യം ഓർത്തിട്ട് ചേച്ചി വിഷമിക്കണ്ടെന്ന് പറയണം. പിന്നീട് ഇന്ദ്രൻ നേരെ മാഷിന്റെ ശോഭയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. പുറത്തു അവിടെ ചെന്നിട്ട് എന്താ പറയണ്ടേ? ആദ്യം എന്തേലുമൊക്കെ പറയാം എന്ന് കരുതി അങ്ങ് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശോഭയും മാഷും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. പെട്ടെന്ന് ശോഭനെ കണ്ടപ്പോഴും പറഞ്ഞു, ആഹാ, ആര് ഇതെന്റെ അമ്മായിമ്മയോ? എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ ചോദിക്കോ? നീ എന്തിനാടാ ഇങ്ങോട്ട് കയറി വന്നേന്ന് ചോദിക്കാം. എങ്ങനെ വരാതിരിക്കും ഞാൻ? എനിക്ക് വരാതിരിക്കാനായിട്ട് പറ്റുമോ? അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ എന്റെ അമ്മായിച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാഷിന്റെ കയ്യിലേക്ക് കയറി പിടിക്കണം. ഈ സമയം മാഷോട് ഞാൻ എന്റെ കയ്യെന്ന് വിടറാന്ന് പറയണം. അല്ല, എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം. അതമ്മേ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. എന്റെ അനിയനുണ്ടല്ലോ വിശ്വജിത്ത്,
അവൻ ഇവിടുത്തെ പെൺകുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളുടെ മോളിന്റെ ഇളയ മോള് പാർവതീനെ. അപ്പൊ അവരുടെ കല്യാണം അങ്ങ് നടത്തിയാലോ എന്നൊരു ആലോചന. അപ്പൊ അതിന്റെ കല്യാണ ആലോചനയായിട്ട് വന്നാന്ന് പറയണം. എടാ കൊന്നുകളയും ഞാൻ രണ്ടിനെന്ന് പറയാണ് ശോഭ. ആരെ? എന്റെ അനിയനെയോ? അതോ ഇനി നിങ്ങളുടെ മകളെയാണോ കൊല്ലുന്നതെന്ന് ചോദിക്കുക. രണ്ടുപേരും കൊല്ലാൻ പറ്റില്ല, കാരണം അവർ രണ്ടുപേരും ഇണക്കുരുവികളല്ലേ, അവരിപ്പൊ പ്രണയിച്ച് നടക്കുമല്ലേന്ന് ചോദിക്കും. ഇത് അനാവശ്യം പറഞ്ഞാണ്ടല്ലേ വീട്ടിൽ കയറുമെന്ന്. അനാവശ്യമല്ലമ്മേ, സത്യമായിട്ടുള്ള കാര്യമാ, അല്ലേ വിളിച്ചു ചോദിച്ചു നോക്ക്. അവരില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർ ഒന്നിക്കും. പക്ഷെ നമ്മൾ അവരെ ചേർത്ത് വെച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ ഒളിച്ചോടും, അല്ലെങ്കിൽ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്യും. അത് വലിയ നാണക്കേടാ, അതിന്റെ കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. മൂന്തം ഭാഷ പറഞ്ഞു, വീട്ടിൽ കയറി ഒന്ന് അനാവശ്യം പറയുന്നോടാ. അനാവശ്യമല്ലെന്ന് പറഞ്ഞില്ലേ ഏച്ചാ? ഒന്നുമില്ലേലും ഞാന് നിങ്ങളുടെ മരുമോനല്ലേ, അപ്പൊ ആ നിലയും വിലയൊക്കെ എനിക്ക് വേണ്ടേ. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റിയോ? എന്റെ അനിയനായതുകൊണ്ട് പറയില്ല, അവൻ നല്ലവനാട്ടോ. അവൻ നിങ്ങളെന്ന് വെച്ചാൽ ജീവനാ. ഇപ്പൊ കല്യാണം ചോദിച്ചു വരട്ടെ, ഞാനല്ലേ അവിടെ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനും കൂടെ കല്യാണം ആലോചിച്ച് വന്നേ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടപ്പം ശോഭ പറഞ്ഞു, ഇറങ്ങി പോകുന്നുണ്ടല്ലേ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് കൈ കൊണ്ടുപോണ്. അമ്മേ, ഞാൻ ഇറങ്ങിപ്പോയതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരമാകോ? ഒരിക്കലും ഇല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും അവരൊന്നിക്കാനുള്ളവരാണ് ഒന്നിക്കും. അതിലിപ്പോ ഒരു നാണക്കേട് നിങ്ങൾക്ക് വേറെ ഇല്ല. ഞങ്ങളുടെ കുടുംബത്തിലെ നാണക്കേടാ അവൻ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചുകൊണ്ടുവന്ന. അതാണ് ഞാൻ ഇങ്ങോട്ട് ആലോചനയായിട്ട് ഇങ്ങോട്ടേ വന്നേ. ഇനിയിപ്പൊ നിങ്ങളായിട്ട് ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ്. സമനില ഏറ്റ പോലെ ആയിപ്പോയി ശോഭയ്ക്കും മുതുമേഷനും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാർവതി ഇറങ്ങി വന്നു. പാർവതിയുടെ അടുത്ത് എന്നിട്ട് കുറെ അടിയെ കൊടുത്തിട്ട് ശോഭ പറഞ്ഞു, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ, മനുഷ്യനെ തീ തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും. എന്നാലും നിനക്ക് എങ്ങനെ സാധിക്കുന്നില്ല ഇത്? അവനുമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഒരു അടുപ്പം വേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ ആ ഇന്ദ്രൻ കയറുവെന്ന് പറഞ്ഞിട്ട് പോയത്. ഇതിനൊക്കെ നിനക്ക് എങ്ങനെ സാധിക്കുന്നില്ലേ? പിന്നീട് ശോഭ അങ്ങോട്ട് പറഞ്ഞു, ഇതൊന്നും കാണാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞത് തലേ തല്ലിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും മാഷ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ പിന്നെ നിന്റെ അച്ഛനെയും അമ്മേനെയും ജീവനോടെ കാണത്തില്ല. ഇത് ഇത്രയും നാളും പറയുന്ന പോലല്ല എന്നും പറഞ്ഞിട്ട് മൂന്നും മാഷും അങ്ങോട്ടേക്ക് പോവാണ്. ആകെപ്പാടെ സങ്കടമായിപ്പോയി അച്ഛനല്ല പാറുവിന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് പാറുവിന്റെ അടുത്തേക്ക് വിശ്വത്ത് വരുവാണ്. അപ്പൊ പാറു വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാണണമെന്നൊക്കെ. അങ്ങനെ വിശ്വം വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ പാർവതി കാണണമെന്ന് പറഞ്ഞ എന്താന്ന് ചോദിക്കാം. ഒന്നും മനസ്സിലായില്ലേ അല്ലേ? നിങ്ങൾ ചേട്ടനും അനിയനും കൂടെ ഒത്തോണ്ടാണ് ഈ നാടകം കളിക്കണമെന്ന് ചോദിക്കാം. എന്ത് നാടകം? ഞാനൊന്നും അറിഞ്ഞല്ലോ എന്ന് പറയണം. നിങ്ങളൊന്നും അറിഞ്ഞില്ലല്ലേ? എനിക്കറിയാം, നിങ്ങളും കൂടെ ഒത്തുചേർന്നോണ്ടാന്ന് തോന്നേ. നിങ്ങൾ ചേട്ടനെ നിങ്ങൾ കല്യാണം ആലോചിച്ച് വീട്ടിലേക്ക് വിട്ട് എന്തിനാന്ന് ചോദിക്കുകയാണ്. കല്യാണം ആലോചിച്ചോ? ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലോ എന്ന് പറയണം. വെറുതെ അഭിനയിക്കേണ്ട, നിങ്ങളുടെ ചേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കല്യാണം ആലോചിച്ചോണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞോ നിങ്ങളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പാർവതി എന്തൊക്കെയാ പറയണേ? ഞാനത് അറിഞ്ഞിട്ടുള്ള കാര്യമല്ലെന്ന് പറയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ ഒരു പ്രശ്നത്തെ ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ്, പക്ഷെ അതത്ര തീർക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഇന്ന് വരെ എനിക്ക് നിങ്ങളോട് അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. അറിയാലോ, നമ്മുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അതിനിങ്ങനെ വളച്ചൊടിച്ച ഒരു കല്യാണത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമൊന്നും നിൽക്കില്ല. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അറിയാലോ, ഈ പാർവതി ഒരിക്കലും അത് സമ്മതിക്കാനും പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പാർവതി ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോവാണ്. അത് കേട്ട് കഴിഞ്ഞാൽ വിശ്വത്തിന് ആ പടം നാണക്കേടായിപ്പോയി. അങ്ങേർക്ക് എന്ത് സൂക്കേടാ തന്റെ ഏട്ടന്, അങ്ങനെ ഒറ്റ ഒരുത്തം കാരണം മനുഷ്യൻ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നേരെ വീട്ടിലേക്ക് കട്ടക്കലിപ്പോടെ ചെല്ലുവാണ്. ആ സമയം എക്സസൈസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ. അപ്പൊ ഇന്ദ്രന്റെ അടുത്ത് ചോദിച്ചു, താങ്കൾ എന്ത് പരിപാടിയാ കാണിച്ചെന്ന് ചോദിക്കുകയാണ്. എന്ത്? അല്ല, എനിക്ക് കല്യാണം ആലോചിക്കും, താൻ ആരാന്ന് ചോദിക്കണം. ഓ, അപ്പൊ അതാണ് കാര്യല്ലേ? എടാ വാടാ മോനെ, ഇരുന്ന് നമുക്ക് സംസാരിക്കാന്ന് പറയണം. വേണ്ട, ഒരിടത്തും ഞാൻ ഇരിക്കുന്നില്ല. കാര്യം എന്താന്ന് പറ. നിന്നോട് ആരാ പറഞ്ഞ എനിക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ പോന്ന് ചോദിക്കുക. അത് പിന്നെ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലല്ലേ, പിന്നെ ഇപ്പൊ ആലോചിച്ചാൽ എന്താ കുഴപ്പം? ഇന്നല്ലെങ്കിൽ നാളെ ഒരുമിച്ച് ജീവിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാ ഞാൻ ആലോചിച്ചെന്ന് പറയാം. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കും. എടാ, പ്രണയിച്ചിരിക്കുന്നവരൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിയുമ്പോൾ അവർ ഒരുമിച്ചല്ലേ ജീവിക്കണേ. അതൊന്നും എന്റെ അനിയനെ അറിയത്തില്ലേ? അതിന് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും രാജലക്ഷ്മിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ ഇവിടെ ഒച്ചപ്പാടും വേളെന്ന് ചോദിക്കാം. എൻ്റെ അമ്മേ, ഞാനൊരു നല്ല കാര്യം ചെയ്താന്ന് പറയാം. നല്ല കാര്യമോ? അതെ, എൻ്റെ അനിയന് വേണ്ടി ഞാനൊരു കല്യാണം അങ്ങ് ആലോചിച്ചു. അതിന്റെ ദേഷ്യവും തീർക്കുന്നാന്ന് പറയാ. എടാ മോനെ, ആ നല്ല കാര്യമല്ലേ നിനക്ക് കല്യാണം ആലോചിച്ചാല്? അമ്മ ഇത് എന്തറിഞ്ഞിട്ടാ പറയണേ? പെണ്ണാരാന്നറിയാവോ? പല്ലുവേച്ചിയുടെ അനിയത്തി പാർവതി, അവളാന്ന് പറയണം. എടാ ഇന്ദ്ര, നിനക്ക് എന്റെ തലയ്ക്ക് സമനില തെറ്റിപ്പോയോ? നീ എന്ത് പരിപാടിയാടാ കാണിച്ചേ? അവളുടെ ചേച്ചിനെ കൊണ്ട് ഇവിടെ മനുഷ്യൻ പൊറുതി മുട്ടിയിരിക്കുക. അപ്പോഴാണ് ഇനിയിപ്പോ അനിയത്തിയുടെ ശല്യം കൂടെ. നിനക്ക് വേറെ ഒരു പണിയില്ലേന്ന് ചോദിക്കണം. അമ്മ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞാൻ പാർവതിനെ കാണിച്ചിട്ട് പല്ലവിനെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും, അറിയാവോ? അതിന് വേണ്ടി എൻ്റെ ഒരു ട്രിക്കാ, നമ്പരാ എന്ന് പറയണം. ഇത് കേട്ടോ വിഷയത്തിന് ദേഷ്യം വന്നു. ഓഹോ, അപ്പൊ അതല്ലേ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശം? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. പാർവതിയും വരുന്നില്ല, പല്ലവിയും ഇങ്ങോട്ടേക്ക് വരുന്നില്ല, ആരും വരുന്നില്ല.
നിങ്ങളിവിടെ ഇരിക്കത്തോളം എന്ന് പറയാനാണ്. അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാലേ ഞാൻ ജീവനോടെ ഉണ്ടെ നടക്കില്ല എന്ന് പറയണം. അങ്ങനെയാണോ? അങ്ങനെയാണോ ഒരു നിമിഷം പോലും നീ വീട്ടിൽ നിൽക്കേണ്ടെന്ന് പറയണം. അത് കേട്ടതും വിശ്വത്ത് പറഞ്ഞു, ആണോ ഞാൻ പോയിക്കോളാം, എനിക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കണം എന്ന് ഒരു ഇതുമില്ല, ഇപ്പൊ തന്നെ ഞാൻ ഇറങ്ങിയേക്കാന്ന് പറഞ്ഞ് ഇറങ്ങി പോകുമ്പോഴത്തേനും രാജലക്ഷ്മി കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, എന്താടാ മോനെ നീ ഇത് എങ്ങോട്ടാ ഇറങ്ങി പോണേന്ന് ചോദിക്കുക. പിന്നെ ഇനി ഇവിടെ ഞാൻ നിൽക്കണം എന്നാണോ പറയണേ? എല്ലാവരുടെ ആട്ടും തുപ്പും കേട്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്കറിയാൻ ജീവിക്കേണ്ട എങ്ങനെയാന്ന്. ഞാൻ ഇവിടെ നിൽക്കത്തില്ല, അല്ലേ തന്നെ കുറെ നാളായിട്ട് ഞാൻ ആലോചിക്കുന്ന ഈ വീട് മാറിയാലോന്ന്. അതിനിപ്പോ ഒരു അവസരം കിട്ടിയിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വിശ്വത്ത് അങ്ങോട്ട് ഇറങ്ങിപ്പോകുമ്പോഴത്തേനും രാജലക്ഷ്മി സഹിച്ചില്ല. രാജലക്ഷ്മി എന്ന് ഇന്ദിനോട് പറഞ്ഞു, എല്ലാത്തിനും കാരണം നീ ഒറ്റ ഒരുത്തനാ, നീ ഒറ്റ ഒരുത്തൻ കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയാ. ദേ അമ്മേ ഒരുമാതിരി വർത്താനം പറഞ്ഞാണ്ടല്ലോ, ഞാൻ ഒന്നിനും കാരണക്കാരനല്ലെന്ന് പറയണ. പിന്നെ എന്തിനാടാ ഇപ്പൊ നീ അവനെ ഓടിച്ചു വിട്ടേന്ന് ചോദിക്കാം. അത് പിന്നെ അവനിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൻ പോകേണ്ട കാര്യമുണ്ടോ? പിന്നെ എന്നെ ആരും കൂടുതൽ ഭരിക്കാൻ വരുന്ന എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ അറിയാലോ. പിന്നെ കഴുത്ത് ഞെരിച്ച് നിങ്ങളെ ഞാനും കൂടെ കൊന്നു കളയോളൂ എന്നൊക്കെ പറയണം. അങ്ങനെ വെല്ലുവിളിക്കുവാണ് രാജലക്ഷ്മിനെ. രാജലക്ഷ്മിക്ക് മറുപടി ഇല്ലാതെ വന്നു. പിന്നീട് ഹോസ്പിറ്റലിലെ സേതുവും പല്ലവിയും കൂടെ അച്ചുവിൻ്റെ ശ്രീഹരിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ സേതുവിൻ്റെ കയ്യിൽ ബില്ലും ഉണ്ടായിരുന്നു. ഇതെന്താ സേതുവേട്ട ബില്ലാണെന്ന് ചോദിക്കുക. അതെ ഇങ്ങോട്ട് കാട്ടെ, ഞങ്ങൾ അടച്ചോളാം എന്ന് പറയണം. അതിന് നിങ്ങളുടെ കയ്യിൽ എവിടുന്ന പൈസ എന്ന് ചോദിക്കണം. പല്ലവി പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ അടച്ചോളാം ബില്ലെന്ന് പറയണം. ഇത് കേട്ടതും അച്ചു പറഞ്ഞു, അതെ ഇത് ശ്രീഹരിയുടെ ബില്ലല്ലേ, ഞങ്ങൾ അടച്ചോളാം, കാരണം നിങ്ങൾ അടയ്ക്കണ്ടെന്ന് പറയണം. അങ്ങനെ അവസാനം സേതു പറഞ്ഞൊരു കാര്യം ചെയ്യാം, നിങ്ങളെങ്കിൽ നിങ്ങൾ കൊണ്ടേ ബില്ലടച്ചോളാൻ പറയണം. ബാച്ചു പോയി ബില്ലടച്ചിട്ട് വരാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, സേതുവേട്ടൻ പോയിക്കോ, ഞാൻ പിന്നെ വന്ന് അടച്ചോളാന്ന് പറയണം. അപ്പോൾ സേതു പറഞ്ഞു, ബാ പല്ലവി എന്നാൽ നമുക്ക് പുറത്ത് പോയി നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. ഈ സമയം ശ്രീഹരി ചോദിച്ചു, എന്താ അച്ചു അവര് ബില്ലടയ്ക്കാന്ന് പറഞ്ഞിട്ട് അച്ചു സമ്മതിക്കായിരുന്നേ, അതിന് അച്ചുൻ്റെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. സേതുവേട്ടൻ അത് അടയ്ക്കില്ലായിരുന്നു ചോദിക്കുക. ഇത് കേട്ടപ്പോൾ അച്ചു പറഞ്ഞു, പൈസ എൻ്റെ ഇല്ല, പിന്നെ എങ്ങനെ ബില്ലടയ്ക്കണേ? അതിനൊക്കെ മാർഗമുണ്ട്, എൻ്റെ കാലിൽ സ്വർണം കിടക്കുന്ന കണ്ടില്ലേ, സ്വർണ്ണക്കൊലിസുണ്ട്, അതുകൊണ്ട് ഞാൻ പണയം വെക്കും. നമ്മൾക്ക് ഈ സ്വർണ്ണം ഇതിന് ആവശ്യം വരുമ്പോൾ ഉപകരിക്കാൻ വേണ്ടിയിട്ടല്ലേ സ്വർണം കണ്ട പണയം വെച്ച് ബില്ലടയ്ക്കാന്ന് പറയാം. അത് ശരിയായ കാര്യമാണോ നീക്കണം? എന്താ ശരിയാവാത്തെ? നമ്മുടെ ആവശ്യം നടക്കണം, അതല്ലേ നമുക്ക് പ്രധാനം. സ്വർണ്ണം ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലോ എന്ന് പറയാണ്. ഞാൻ പല്ലവി ചേച്ചിയുടെ ഇത് പണയം വെക്കാൻ കൊടുത്തു വിടാന്ന് പറയണം. അയ്യോ പല്ലവി ചേച്ചി അറിഞ്ഞാൽ പ്രശ്നമാകത്തില്ലെന്ന് ചോദിക്കുക. എന്ത് പ്രശ്നം? ഒരു പ്രശ്നം ആവത്തില്ല എന്ന് പറയണം. പിന്നീട് എന്ത് ചെയ്യുക, ശ്രീഹരി അച്ഛൻ്റെ കാലിൽ നിന്ന് കൊലുസ് ഊരുവാണ്. അപ്പൊ അച്ചു ഇങ്ങനെ ശ്രീഹരിയുടെ മുഖത്തേക്ക് നോക്കുക. അങ്ങനെ കൊലുസൂരി അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അച്ചു പറഞ്ഞു, ഇത് ഞാൻ പല്ലവി ചേച്ചിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് വരാം പണയം വെക്കാനായിട്ട് എന്ന് പറയണം. പിന്നീട് അങ്ങ് പോകാൻ തിരിഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ കൊലുസൂരാനാണെങ്കിലും എൻ്റെ കാലിലൊന്നും തൊട്ടല്ലോ, എൻ്റെ ദേഹത്തൊന്നും തൊട്ടല്ലോ, അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമെന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് പല്ലവിയുടെ അടുത്തേക്ക് അച്ചു പോകാൻ തുടങ്ങുമ്പോഴത്തേനും ശ്രീഹരി ഇങ്ങനെ ഒരുമാതിരി ഒരു വല്ലാത്തൊരു ഭാവത്തോടെ അച്ഛനെ നോക്കുകയാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.